ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ ഫാമിലി സുഖമായിരിക്കുന്നു. ഞാനിന്ന് ബീട്രൂട്ട് കൊണ്ടൊരു ചമ്മന്തി കാണിച്ചു തരാം. നല്ല ഈസിയാണ്, എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഈ ചമ്മന്തിയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കണം. സാധാരണ എല്ലാവരും അച്ചാർ, പപ്പടം, സലാഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. പക്ഷേ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ വലുപ്പത്തിലുള്ള 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വറ്റൽമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 പിടി പുതിനയും മല്ലിയിലയും. ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും വെന്ത് കിട്ടും. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ചേർത്ത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ, നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോന്നത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്. ഞാനിതിൽ പച്ചമുളക് ചേർത്തില്ല. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. നല്ല ബ്രൗൺ കളറൊന്നും ആക്കണ്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ മൂടിയിട്ട് വേവിച്ചു. അപ്പോൾ ഇതൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിക്കൂട്ടില്ലേ, അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് അരച്ചെടുക്കാം, അതും സെപ്പറേറ്റ് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാൻ പോവാം. ഇതിൽ കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേലേക്ക് മാറ്റാണ്. ഞാൻ ഈ ഉള്ളിക്കൂട്ടിലേക്ക് ഈ ബീട്രൂട്ട് വേവിച്ചതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പുളിയിൽ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു കിടിലൻ ചമ്മന്തിയാണ്. ഞാൻ അത് അരച്ചിട്ട് ഇനി കാണിച്ചു തരാം. ചൂടാറാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അരയ്ക്കാം നമുക്ക്. ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ പോകുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബീട്രൂട്ട് അച്ചാർ കിട്ടില്ലേ, പക്ഷേ ഇത് അതിലും ടേസ്റ്റാണ്. ഇനി ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു വിഭവമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.